ഒരു കുഞ്ഞു കൊച്ചുള്ളതിനെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. എന്റെ കെട്ടിയവനാണ് ക്യാൻസർ വന്ന് മരിച്ചുപോയി. ആ അതൊക്കെ പരാതി ചേച്ചി എത്ര പരാതിയില്ലല്ലോ. പരാതി ഇല്ലാത്ത എന്താ കാരണം? എന്താ ഞങ്ങൾക്ക് അതിന് കഴിവില്ല ഒന്നും ചെയ്യാൻ. പിന്നെ ഇപ്പൊ എന്നെ നാളെ നടക്കുന്ന 3/1/2026 നാളെ നടക്കുന്ന കളക്ടർ അടക്കമുള്ളവരുടെ ഉന്നതതല മീറ്റിംഗിൽ ഈ വിഷയം ഞാൻ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമസ്കാരം. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓടിയെത്തിയിരുന്നുവെങ്കിൽ എന്ന് നിങ്ങളൊക്കെ ആഗ്രഹിച്ചിട്ടില്ലേ? എന്നാൽ ജനം ആഗ്രഹിക്കുമ്പോഴൊക്കെ ഓടിയെത്തുന്ന ഒരു MLA കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലുണ്ട്. ഇപ്പോൾ പുതുപ്പലത്ത് ഒരു ടാർ മിക്സിംഗ് പ്ലാന്റ് യൂണിറ്റ് ആ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെ ശല്യമായി മാറുന്നു. അവിടെ ക്യാൻസർ രോഗികൾക്ക് ഒരുപാടുള്ള പ്രദേശമാണ്. ആ പ്രദേശത്തിലെ ജനങ്ങൾ ഈ സംഭവം MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട് സെക്കൻഡുകൾ കഴിഞ്ഞില്ല, അദ്ദേഹം പറന്നെത്തി. ശേഷം സംഭവിച്ച് നമുക്കൊന്ന് കാണാം. ഞാനിപ്പോ നിൽക്കുന്നത് ഐക്കർനാട് പഞ്ചായത്ത് പ്രവർത്തിക്കുന്ന ഒരു ടാർ മിക്സിംഗ് പ്ലാന്റിന്റെ മുമ്പിലാണ്. ഇവിടെയുള്ള പൊതുജനങ്ങൾ പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നത്. ഇങ്ങനൊരു പരാതി ആദ്യമായിട്ടാണ് MLA എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് കിട്ടുന്നത്. അത് ചാൾസ് സാറ് കഴിഞ്ഞ ദിവസം ഒരു പരാതി തരികയും, അപ്പൊ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഇതില് ഈ പരാതിയിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലം സന്ദർശിക്കാന്ന് വിചാരിച്ചത്. ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇവിടെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഈ പ്ലാന്റ് കൊണ്ട്, അതായത് ഈ ടാർ മിക്സിംഗ് പ്ലാന്റ് കൊണ്ട് വലിയ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നേരിടുന്നതെന്നാണ് ഇപ്പൊ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇപ്പൊ ഇവരുടെ ഒരു ആവശ്യം പൊതുവെ നമ്മൾ സാധാരണ അടച്ചുപൂട്ടണമെന്നാണ് പറയുന്നത്. പക്ഷെ ലിമിറ്റഡ് ആയിട്ടുള്ള എന്നാൽ പോസിബിൾ ആയിട്ടുള്ള എല്ലാ, ഇപ്പോൾ ടെക്നോളജി എല്ലാം വളരെ ഉയർന്ന നിലവാരത്തിലുള്ള ടെക്നോളജി ആവശ്യമാണ്. അതുകൊണ്ടാണ് ബാച്ച് ടൈപ്പ് ആക്കി കഴിഞ്ഞാൽ 300 ലെവൽ ഓഫ് പൊല്യൂഷന്റെ ലെവൽ 150 കുറയ്ക്കാൻ കഴിയും. പക്ഷെ അത് നടത്താൻ പോലും, അത് നടപ്പിലാക്കാൻ പോലും ഇവര് ഈ പ്ലാന്റ് ഉടമകൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതിന്റെ ദൂഷ്യഫലങ്ങൾ നാട്ടുകാർ അനുഭവിക്കണം എന്നുള്ളൊരു ദുർവാശിയോ പിടിവാശിയോ. പക്ഷെ അതുകൊണ്ട് ഈ വിഷയം കൃത്യമായിട്ട് ഇപ്പൊ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. നാളെ നടക്കുന്ന 3/1/2026 നാളെ നടക്കുന്ന കളക്ടർ അടക്കമുള്ളവരുടെ ഉന്നതതല മീറ്റിംഗിൽ ഈ വിഷയം ഞാൻ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വഴി കൂടെയാണ് വണ്ടിയൊക്കെ പോണത്. അത് പറയാൻ പറ്റില്ല. വണ്ടിയായിട്ട് കുഞ്ഞു കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ പോകാനും നിർത്തിയില്ല. ടിപ്പറും ഒരുകാട്ട വണ്ടികളൊക്കെ ദൂരെ പോകണമെന്നറിയാമോ. എന്നിട്ട് ഈ കൊച്ചു കുഞ്ഞെ കൊണ്ട് അരി ചേർന്ന് പേടിച്ച പോണത്. നേരത്തെ പറഞ്ഞ പോലെ പെരിയാർ വാലിയുടെ കനാൽ റോഡ് 3 മീറ്ററുള്ള റൂട്ടിൽ കൂടി എങ്ങനെയാണ് 16 അല്ലെങ്കിൽ എത്ര ഹെവി ട്രക്സ് എങ്ങനെ യാത്ര ചെയ്യണമെന്ന് പോലും അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് ഒതുക്കാൻ പോലും വഴിയില്ലാത്ത സ്ഥലമാണ്. ഇതെല്ലാം ഈ ബന്ധപ്പെട്ട ആരാണ് ഇതിന്റെ ലൈസൻസ് കൊടുത്തതെന്നൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കും. പഞ്ചായത്താണ്. ഐക്കർനാട് പഞ്ചായത്തിൽ എങ്ങനെയാണ്, ഐക്കർനാട് പഞ്ചായത്തിലെ സെക്രട്ടറി അടക്കമുള്ള ആളുകളെ നാളെ ഇപ്പോൾ ഇതിന്റെ വിശദീകരണം ചോദിക്കേണ്ടതായിട്ട് വരും. ഇത് കൃത്യമായിട്ട് ഇത് എങ്ങനെയാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇപ്പൊ കേട്ടെടുത്തോളം 2023 പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒരു ഉത്തരവ്, ഇത് ബാച്ച് ആക്കണമെന്നുള്ളൊരു ഉത്തരവുണ്ടായിരുന്നു. 2 പ്രാവശ്യം ഇതേ സംബന്ധിച്ച് ഉത്തരവ് ഇട്ടിരുന്നു. പക്ഷെ ആ ഉത്തരവ് ഇപ്പോഴും നിലനിൽക്കെ പുതുതായിട്ട് ഇവർക്ക് എങ്ങനെയാണ് ഈ ഡ്രമ്മായിട്ട് തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇവർക്ക് എങ്ങനെയാണ് ഉത്തരവ് കൊടുത്തതെന്നൊക്കെ അന്വേഷിക്കേണ്ടതായിരിക്കുന്നു. ഈ നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിജിലൻസിന്റെ ഒരു എൻക്വയറി ഇപ്പോൾ ഓൾറെഡി നടക്കുന്നുണ്ട്. അപ്പോൾ ബന്ധപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥന് ഇതിൽ വഴിവിട്ട് സഹായം ഇവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഏതായാലും നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നമ്മളൊരു കൃത്യമായിട്ടുള്ള നിലപാടെടുത്ത് തന്നെ മുന്നോട്ട് പോകാം. ഈ വിഷയം ശാശ്വതമായിട്ട് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ നമ്മൾ എടുക്കും. കേവലം റീൽസുകളിലൂടെ വളർന്നു വന്ന നേതാവല്ല അഡ്വക്കേറ്റ് PV ശ്രീനിജൻ. ശ്രീനിജൻ ജനങ്ങൾക്കിടയിൽ നിന്ന് വളർന്നു വന്ന നേതാവാണ്. അതുകൊണ്ടാണ് ജനങ്ങളെ കേൾക്കാനും ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങളുടെ ശബ്ദമായി മാറാനും അദ്ദേഹത്തിന് കഴിയുന്നത്. 8-10 പേർക്ക് ഞാൻ ഉൾപ്പെടെ ആളുകൾ ക്യാൻസർ രോഗങ്ങളുണ്ട്. അത് ഞങ്ങൾ അതിജീവിച്ച് വരുന്നത് മാത്രമേ ഉള്ളൂ. ഇതിന്റെ മലിനീകരണം ഉള്ള സാധനം നിർത്താനായിട്ട് ഞങ്ങൾ അല്ല പറയുന്നത്. ഫാക്ടറി നിർത്തണം എന്നല്ല, ബാച്ച് ടൈപ്പ് ആക്കിയ ഒരു പരിഹാരമാണെങ്കിൽ അത് നിർത്തണമെങ്കിൽ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാകുന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറയുന്നത്. അല്ല, അത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നോക്കണ്ട. അവര് വലിയ ഫാക്ടറി നടത്തുമ്പോൾ അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടി അതിന് പൊല്യൂഷൻ കുറയ്ക്കാന്നുള്ളതല്ലേ നമ്മുടെ ആവശ്യം. അത്രേ ഉള്ളൂ, പൊല്യൂഷൻ നിയന്ത്രിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ജനവാസ മേഖലയിൽ എന്തുകൊണ്ട് ബാച്ച് ആക്കണം എന്ന് പറയുന്നത്, ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇത് 40 മീറ്റർ മുതലുള്ള വീടുകളുണ്ട്. ഇവർ ബൗണ്ടറി എന്നാണ് യഥാർത്ഥത്തിൽ ദൂരപരിധി നിശ്ചയിക്കുന്നത്. പക്ഷെ ഇവര് ആ പുകക്കുഴലിന്റെ അടിയിൽ നിന്ന് പിടിക്കുന്നത്. കാരണം അവരെ സേവ് ചെയ്യാൻ വേണ്ടി പൊല്യൂഷൻ കൺട്രോൾ ഇവിടെ മനഃപൂർവ്വം നീളം കൂട്ടിയെടുക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പുകക്കുഴൽ ഉൾപ്പെടെ എല്ലാ ഭാഗത്തും ഈ 85 സെന്റ് സ്ഥലത്തും യൂട്ടിലിറ്റി ഏരിയയാണ്. ഈ പറയുന്ന പൊടികൾ ഉള്ള മെറ്റലൊക്കെ ഇറക്കുമ്പോൾ എല്ലായിടത്തും
പൊല്യൂഷൻ ഉള്ളതുകൊണ്ട് ബൗണ്ടറി എന്ന് പിടിച്ചാൽ മാത്രമാണ് ഇതിന്റെ പരിധിയുള്ളൂ. അപ്പൊ 50 മീറ്റർ ദൂരപരിധി പണ്ടത്തെ നിയമം അനുസരിച്ച് അത് ലംഘിച്ചാണ് അവർക്ക് ലൈസൻസ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ 2023 പുതിയ നോട്ടിഫിക്കേഷൻ 2003 ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പൊ 500 മീറ്ററിനുള്ളിൽ വീടുകൾ പാടില്ല എന്നുള്ളതാണ്. ആ ബാച്ച് ടൈപ്പ് ആക്കാൻ 2021 ശേഷം ഇത് പ്രവർത്തനരഹിതമാണ്. അപ്പൊ പുതിയതായിട്ട് ഇത് കൺസിഡർ ചെയ്യണമെന്നാണ് മറ്റൊരു വാദം. അങ്ങനെ വരുമ്പോൾ 500 മീറ്ററിനുള്ളിൽ വീടുകൾ ഉണ്ടെങ്കിൽ സ്ഥാപിക്കാൻ പാടില്ല. പക്ഷെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഈ നോട്ടിഫിക്കേഷൻ വെച്ച് കൊടുക്കുന്നു. പക്ഷെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് തന്നെ മലിനീകരണം കുറഞ്ഞ സംവിധാനം ഏർപ്പെടുത്താനുള്ള ചുമതലയുണ്ട്. അവര് തന്നെ ഉത്തരവിട്ടതാ. ഈ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം അവര് ഹൈക്കോടതി ഉത്തരവനുസരിച്ച് അവര് ഉത്തരവിട്ടതാണ് ഇത് ബാച്ചാക്കാൻ. മാത്രമല്ല ഹൈക്കോടതിയിൽ അവർ അണ്ടർടേക്ക് ചെയ്ത 2020 പൊതുവായിട്ടുള്ള ആവശ്യം മലിനീകരണം കുറച്ച് പോസിബിൾ ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യണമെന്നല്ലേ? ഏറ്റവും മലിനീകരണം കുറഞ്ഞ ബാച്ച് ടൈപ്പ് തീർച്ചയായിട്ടും അത് ഞാൻ മറ്റ് ഗതാഗതത്തിന് ഹെവി വെഹിക്കിൾ പോകാൻ പാടില്ല. ഈ ഹെവി വെഹിക്കിൾ പോയി കഴിഞ്ഞാൽ ഒരു 2 വീലർ വന്നാൽ പോലും കാണാൻ കിടക്കും. കാൽനടക്കാർക്ക് പോകാൻ പറ്റില്ല. അതായത് അപ്പൊ അവര് ഇതുവരെ അപകടം ഉണ്ടായില്ലല്ലോ എന്ന് അവരുടെ തർക്കം. അപകടത്തിന്റെ കൂടുതൽ അപകടത്തിനുള്ള സാധ്യത കൂടുതൽ വന്നുകൊണ്ടിരിക്കുക. അതിന്റെ സ്ട്രെങ്ത് കുട്ടികളൊക്കെ പോണത് ഈ റൂട്ടിൽ കൂടെ തന്നെയല്ലേ? ഇപ്പൊ ഈ 2 കൊല്ലമായിട്ട് ഇത് പ്രവർത്തനരഹിതമായതിന്റെ പേരിൽ ഗതാഗതം ചെയ്ത് കുട്ടികളൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഇത് പ്രവർത്തിച്ചാൽ ഇനി അവരുടെ കാര്യം സാധാരണക്കാർക്ക് ബുദ്ധിമുട്ട് വരും. ഇത് എത്രയും പെട്ടെന്ന് ഈ ബാച്ച് ടൈപ്പ് ആക്കുക, ഗതാഗതവും ഹെവി വെഹിക്കിൾ നിർത്തുക, അതാണ് നാട്ടുകാരുടെ ആവശ്യം. എത്ര പേർക്ക് ഇവരുടെ ഹസ്ബൻഡ് ശ്വാസം മുട്ടായിട്ട് മരിച്ചു. ഞങ്ങൾക്ക് പലർക്കും ഇപ്പോൾ ശ്വാസം മുട്ട്. എയർ പൊല്യൂഷൻ ഭയങ്കരമാണോ? എയർ പൊല്യൂഷൻ തീർച്ചയായിട്ടും ഭയങ്കരമാണ്. വീട്ടിൽ ഇത് പ്ലാന്റ് പ്രവർത്തിക്കുമ്പം എൻ്റെ വീട്ടിൽ നിന്നാല് എനിക്ക് പെട്ടെന്ന് ശ്വാസം മുട്ട് വരും. ഞാൻ ഉടനെ ജനലയും വാതിലും അടച്ചിട്ട് പരിക്കാത്ത അത്ര രൂക്ഷമായ ഗന്ധമാണ്. കാലത്ത് ചുമച്ചോണ്ട് ഞങ്ങൾ കെഞ്ചു വന്നത് ഈ പണി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ. ചെറിയ വഴിയിൽ വലിയ വണ്ടിയാണോ പോണത്? ആ വലിയ വണ്ടിയാ. ആണോ? ഇതില് കാലത്തും വൈകിട്ടും ഇതില് ലോറിയും വലിയ ടിപ്പർ വണ്ടി പോലത്തെ വലിയ വണ്ടികൾ. ശബ്ദമുണ്ടോ? ആ ശബ്ദമുണ്ട്. എന്തായാലും ഒരു MLA യിൽ നിന്ന് ജനങ്ങൾ ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നില്ല. വികസനങ്ങൾ നടപ്പിലാക്കാൻ മാത്രമല്ല, നിലപാട് പറയേണ്ടിടത്ത് നിലപാട് പറയാനും ഇടപെടേണ്ട ഇടങ്ങളിൽ ഇടപെടാനും ഒക്കെ അറിയാവുന്ന ഇത്തരം MLA മാർ നാടിന് തന്നെ അഭിമാനമാണെന്ന് പറയാതെ വയ്യ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്. കേട്ടെടുത്തോളം 2023 പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒരു ഉത്തരവ് ഇത് ബാച്ച് ആക്കണമെന്നുള്ളൊരു ഉത്തരവുണ്ടായിരുന്നു. 2 പ്രാവശ്യം ഇതേ സംബന്ധിച്ച് ഉത്തരവ് ഇട്ടിരുന്നു. പക്ഷെ ആ ഉത്തരവ് ഇപ്പോഴും നിലനിൽക്കെ പുതുതായിട്ട് ഇവർക്ക് എങ്ങനെയാണ് ഈ ഡ്രമ്മായിട്ട് തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇവർക്ക് എങ്ങനെയാണ് ഉത്തരവ് കൊടുത്തതെന്നൊക്കെ അന്വേഷിക്കേണ്ടതായിരിക്കുന്നു. ഈ നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിജിലൻസിന്റെ ഒരു എൻക്വയറി ഓൾറെഡി നടക്കുന്നുണ്ട്. അപ്പോൾ ബന്ധപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥന് ഇതിൽ വഴിവിട്ട് സഹായം ഇവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഏതായാലും നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നമ്മളൊരു കൃത്യമായിട്ടുള്ള നിലപാടെടുത്ത് തന്നെ മുന്നോട്ട് പോകാം. ഈ വിഷയം ശാശ്വതമായിട്ട് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ നമ്മളെടുക്കും.